നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. സഞ്ജു സാംസന്റെ ഒരു കിടിലൻ അത്യുജ്വലം ഇന്നിങ്സിന്റെ പുറകെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു ഇന്നിങ്സ്, ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച ഇന്നിങ്സ് എന്ന് പറയാൻ പറ്റുന്ന വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ്. എല്ലാവർക്കും ഹാപ്പി ആയി കാണും, സഞ്ജു സാംസന്റെ ഫാൻസിനും ചെന്നൈ ഫാൻസിനും എല്ലാം. കാരണം കിടിലൻ ഇന്നിങ്സ് ആയിരുന്നു. ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഇത്രയും പേഷ്യൻസ് ആയിട്ട് വളരെ സെൻസിബിൾ ആയിട്ട് വെയിറ്റ് ചെയ്ത് ഒരു കഴുകനെ പോലെ ഓരോ ഷോർട്ട് ബോളിനും ഓരോ സ്ലോട്ടിൽ വരുന്ന ബോളിനും വെയിറ്റ് ചെയ്ത് അടിച്ച ഈ ഒരു 87 റൺസ് എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പറായിട്ടുള്ള ഒരു ഇന്നിങ്സ് ആണ്. അത് മാത്രമല്ല, ചെന്നൈയുടെ ഓവറോൾ ക്രിക്കറ്റ് അടിപൊളിയായിരുന്നു, ബോളിംഗ് അടിപൊളിയായിരുന്നു. നമുക്ക് കൂടുതൽ ഡിസ്കഷൻസിലേക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് അതിലേക്ക് വരാം. അരുൺ ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു കളി? ഓ, കളി തീക്കളിയായിരുന്നു സഞ്ജു സാംസന്റെ. സഞ്ജു സാംസൺ വൺസ് അഗൈൻ പ്രൂവൺ വാട്ട് ഹി ഈസ് കേപ്പബിൾ ഓഫ്. എങ്ങനെയാണ് ഒരു കളി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ഒരു കളി ഫിനിഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നെറ്റ് റൺ റേറ്റിന് വേണ്ടി ഒരു കളി ഫിനിഷ് ചെയ്യേണ്ടതെന്ന് പലവർക്കും സഞ്ജു സാംസൺ ഇന്ന് കാണിച്ചു കൊടുത്തു. അതുതന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ബാഡ് ബോൾസിനെ മാത്രം സെലക്ട് ചെയ്ത് പണിഷ് ചെയ്ത് അതാത് ബോളുകളെ സെലക്റ്റീവായിട്ട് ബോളേഴ്സിനെ പിക്ക് ചെയ്ത് സെലക്റ്റീവായിട്ട് ബോൾ പിക്ക് ചെയ്ത് ബൗണ്ടറി കണ്ടിന്യൂസ്ലി എടുത്തു കൊണ്ടുവന്ന് ഫിനിഷായ ഒരു എക്സലൻറ്റ് പേസ്ഡ് ഇന്നിങ്സ് ആയിരുന്നു സഞ്ജു സാംസന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായിട്ടും, എസ്പെഷ്യലി ആ ഒരു 13th ഓവർ എങ്കിടി വന്ന് എറിയാൻ നേരത്ത് വളരെ ശ്രദ്ധിച്ച് മാത്രം കളിച്ചു. കാരണം എങ്കിടിയുടെ ഏറ്റവും അവിടെ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ തകിടം അറിയാൻ ആ ഒരു ഓവർ വളരെ സൂക്ഷിച്ച് കളിച്ചിട്ട് നെക്സ്റ്റ് ഓവർ നടരാജൻ വന്നിട്ട് ആ ഓവർ ക്യാപിറ്റലൈസ് ചെയ്ത് അടിച്ചത് 20 റൺസാണ് ആ ഓവറിൽ അടിച്ചത്. അതായത് 6 ഓവറിൽ 50 റൺസ് വേണമായിരുന്നു. സോ ഈ ഒരു ഡിഫിക്കൽട്ട് പിച്ചിൽ 6 ഓവറിൽ 50 റൺസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. പക്ഷെ ആ ഒരു നടരാജൻ്റെ ഓവർ കഴിഞ്ഞപ്പോഴത്തേക്ക് സഞ്ജു സീൽ ചെയ്ത് കളി. ആ ഒരു ഓവർ പിന്നീട് ഒരു 30 ബോൾ 30 റൺസ് എന്നുള്ള രീതിയിൽ ആ ഒരു കളി സീൽ ചെയ്യാൻ പറ്റി. അതല്ലാതെ തന്നെ കുൽദീപ് യാദവിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത രീതി, ലൂസ് ബോൾസ് കറക്റ്റായിട്ടുള്ള ബോൾസ് പിക്ക് ചെയ്ത് അടിച്ച രീതി ഒക്കെ എക്സെപ്ഷണലായിരുന്നു. ആ ഒരു 2 സെഞ്ചുറിയെക്കാട്ടിലും ശരിക്കും നല്ല ഏറ്റവും എന്താ പറയുക, നമ്മൾ വേൾഡ് കപ്പിലൊക്കെ വെസ്റ്റ് ഇൻഡീസിനെതിരെ അടിച്ച ആ ഒരു നോക്കുണ്ടല്ലോ, ആ ഒരു നോക്കൊക്കെ പോലെ തന്നെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കളിച്ചിട്ടുള്ള ഒരു ഇന്നിങ്സ്. ഈ ഒരു പേസ് സഞ്ജു സാംസൺ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വർഷം സഞ്ജു സാംസന്റെ പുറകെ നമ്മൾ ടെൻഷൻ അടിച്ച് നടന്ന ആരാധകർക്ക് ഈ ഒരു പേസിൽ സഞ്ജു സാംസൺ എപ്പോഴും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ് ബ്രില്യൻറ്റ്. ഇതാണ് സഞ്ജു സാംസന്റെ പേസ്. സഞ്ജു സാംസൺ മറ്റു ബാറ്റ്സ്മാൻമാരെ കൂടുതൽ പോട്ട് സ്ലോ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രൈ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. അവിടെ സഞ്ജു സാംസൺ നിൽക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഇന്നത്തെ ഒരു ഇന്നിങ്സ് നോക്കി ഇത്രയും ഡിഫിക്കൽട്ട് പിച്ചിൽ പോയിട്ട് സഞ്ജു സാംസന്റെ സ്ട്രൈക്ക് റേറ്റ് 166 എന്തോ ആണ്. അപ്പോൾ ആ ഒരു റേഞ്ച് ആലോചിക്കുക, ആ ഒരു സ്കിൽ സെറ്റ് ആലോചിക്കുക ഒരു ബാറ്റ്സ്മാൻ്റെ. ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങളുടെ ഫീൽഡിലേക്ക് ഈ ഒരു വീഡിയോ എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ക്രിക്കറ്റ് ആരാധകനായിരിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കാരണം നമ്മൾക്ക് വളരെ റിലേറ്റീവ്ലി ചെറിയൊരു പുതിയൊരു ചാനലാണ്, 15 ദിവസമായിട്ടുള്ളൂ നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് നമുക്കതൊരു വലിയ ബൂസ്റ്റായി മാറും. അത് നമ്മൾ റിയലി അപ്രിഷ്യേറ്റ് ചെയ്യും. വീഡിയോയിലേക്ക് തിരിച്ചു വരാം. എനിക്കിതിനകത്തിൽ ത്രൂ ഔട്ട് മനസ്സിലായത്, സഞ്ജു സാംസനെ ഔട്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 രീതിയിൽ ഔട്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ പണ്ട് അനലൈസ് ചെയ്ത് തൊട്ട് റൈറ്റ് ആം പേസർ അറൗണ്ട് ദ വിക്കറ്റ് വരുന്നു, ആ പിസ്റ്റപ്പ് ഔട്ട് സ്വിങ് എഡ്ജ് ചെയ്ത് എതിർ സ്ലിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ വിക്കറ്റ് കീപ്പർ ക്യാച്ച് എടുത്ത് ഔട്ടാക്കണം. അതിന്നും ഉണ്ടായില്ല. അങ്ങനൊരു ബോളറിനെ അവർ ട്രൈ ചെയ്തില്ല, അങ്ങനൊരു വീക്ക്നെസ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. പിന്നെ സഞ്ജു സാംസനെ ഔട്ടാക്കാനുള്ള രണ്ടാമത്തെ വിധം, അവർ ഋതുരാജ് ഗേക്വാദിനെ ഔട്ടാക്കരുതായിരുന്നു. പുള്ളി തിന്നൊരു 10-20 പന്ത് കളഞ്ഞു കഴിഞ്ഞാൽ അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഷോട്ട്സിന് ശ്രമിച്ചായിരുന്നു പിന്നെ സഞ്ജു സാംസൺ വിക്കറ്റ് കൊണ്ട് കളഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഒരു 2 രീതിയിലാണ് ത്രൂ ഔട്ട് സഞ്ജു സാംസൻ്റെ വീക്ക്നെസ് കണ്ടുവന്നത്. ആ 2 ഇന്നും ഉണ്ടായില്ല എന്നുള്ളത് ഫേവറായി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സഞ്ജു സാംസൺ ഈ ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റിൽ 5 തവണയാണ് 9 ബോളിൽ കൂടുതൽ ഫേസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ തവണയും 9 ബോളിനകം സഞ്ജു സാംസനെ പൊക്കുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പണ്ട് പറഞ്ഞുള്ള കാര്യമാണ്. അതിൽ 4 തവണയും അതിൽ 2 സെഞ്ചുറി, ഒരു 80, ഒരു 48, ഒരു 15, അങ്ങനെയാണ് ഈ 5 സ്കോർ പോയിരിക്കുന്നത്. അതിൽ 4 തവണയും ചെന്നൈ ജയിച്ചു. അതിലൊരു തവണ 15 റണ്ണ് 14 പന്തേ 15 എന്തോ ആയിട്ട് ഔട്ടായിപ്പോയി. അതല്ലാത്ത 4 ബിഗ് ഇന്നിങ്സ് വന്നു, 4ഉം ചെന്നൈ ജയിച്ചു. ഇങ്ങനെയാണ് ഒരു ഹൈ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അറ്റ് ദ സെയിം ടൈം തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക, ലൈക്ക് ഐ നീഡ് സം നെറ്റ് റൺ റേറ്റ് ടു കോപ്പ് അപ്പ് വിത്ത് അതർ ടീം എന്നുള്ള രീതിയിൽ ജയിച്ച് വന്നത്. ജയിക്കേണ്ടത് ഈ കളി 19th ഓവർ ജയിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. മനസ്സിലായി? ഇതേ സ്കോർ തന്നെ സഞ്ജു സാംസന് 19 ഓവർ എന്നാലും ജയിക്കാം. അതുകൊണ്ടാണ് ദ വേ ഋതുരാജ് വാസ് പ്ലേയിങ് ഈസ് എ ബ്ലണ്ടർ എന്ന് നമ്മൾ കഴിഞ്ഞ
ഇതിൽ പറയുന്നതും ഇവിടെ സഞ്ജു സാംസണെ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള കാര്യവും. ഇത് അല്ലാതെ സഞ്ജു സാംസൺ ആയതുകൊണ്ടും സഞ്ജു സാംസൺ മലയാളി ആയതുകൊണ്ടും ഉള്ള സപ്പോർട്ടല്ല. ദ വേ ഹീ ഈസ് പ്ലേയിങ് നീഡ്സ് ടു ബി അപ്രിഷ്യേറ്റഡ്. അതാണ്. അതേ കൂട്ട് തന്നെ അതിലും മോശം പെർഫോമൻസ് ആണ് തൊട്ടപ്പുറത്തെ സൈഡിൽ നിന്ന് കാർത്തിക് ശർമ്മ കളിക്കുന്നത്. അതും നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ തവണയും പുള്ളി കളിച്ചത് എത്ര, 31 പന്തിൽ 41 റൺ. 41. അവസാനം ഒരു 6ഉം 4ഉം അടിച്ചു. ലാസ്റ്റ് 2 ബോളും 6ഉം 4ഉം അടിച്ചു. എന്നിട്ട് പോലും പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 132ആണ്. കഴിഞ്ഞ കളി എത്രയായിരുന്നു സ്ട്രൈക്ക് റേറ്റ്? ഇത്രയും ബോൾ നിന്നിട്ട് 135 അങ്ങനെയല്ല ഒരു ഫോർത്ത് ഡൗൺ ഇറങ്ങേണ്ട പ്ലെയർ കളിക്കേണ്ടത്. ഇത് പുള്ളി ഒരു ഇച്ചിരൂടെ ഒരു 10 ബോളൂടെ കുറച്ചെടുത്തിരുന്നുവെങ്കിൽ ഇച്ചിരൂടെ കൺവിൻസിംഗ്ലി ചെന്നൈക്ക് ജയിക്കാമായിരുന്നു. പുള്ളിയാണ്ട് 22 പന്ത് എന്നങ്ങണ്ട് 17 റണ്ണുമായിട്ടാണ് ഒരു ഇടയ്ക്കൊരു സമയത്ത് നിന്നത്. അത് റണ്ണേ ബോൾ ആക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു 130 സ്ട്രൈക്ക് റേറ്റ് കളിച്ചിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു 150+ സ്ട്രൈക്ക് റേറ്റ് എന്നുള്ള രീതിയിലോ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് ഇരിക്കുന്നു. അത് ഇപ്പോഴും ചെന്നൈക്ക് ഒരു പ്രശ്നമാണ്. അത് ഇതുവരെ ബാക്ക്ലാഷ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇതുവരെ ജയിച്ച കളികൾ കുഞ്ഞി സ്കോർ ആയതുകൊണ്ടാണ് ഇത് അത്ര റിഫ്ലക്റ്റ് ആവാത്തത്. ഒരു ഹൈ ഇൻറ്റൻറ്റ് ഗെയിം വരുമ്പോൾ അത് പണി കിട്ടും. എനിക്ക് വളരെ സർപ്രൈസ്ഡ് ഒരു ആയിപ്പോയി. എനിക്ക് വളരെ പറഞ്ഞു സർപ്രൈസ്ഡ് ആയിപ്പോയി ടോസ് കിട്ടിയ ബാറ്റ്സ്മാൻ അല്ലെ ടോസ് കിട്ടിയ ക്യാപ്റ്റൻ എന്തുകൊണ്ട് ബാറ്റിംഗ് ഓപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് വളരെ സർപ്രൈസ്ഡ് ആയിപ്പോയി. നമ്മൾ രണ്ടും ഇന്നലെ പ്രിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇന്ന ബോളേഴ്സ് വരണം, ഇന്നതായിരിക്കും റീസൺ, അവിടെ സ്വിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് അവർ പുതിയൊരു ട്രാക്കിലാണ് കളിച്ചത്. ഇതുവരെ ആ ട്രാക്കിൽ കളിച്ചിട്ടില്ല. ഇന്ന് പുതിയൊരു ട്രാക്കിലാണ് കളിച്ചത്. ആ ട്രാക്ക് എന്ന് പറയുന്നത് വാസ് ബിറ്റ് ടച്ച് സ്ലോവർ. ബോൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ബൗൺസും കുറച്ച് കുറവായിരുന്നു. ഇതുവരെ കളിച്ചിട്ടുള്ള ട്രാക്കിലേക്കാട്ടിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് കൂടുതലും ഇന്ന് സ്ലോ ബോളേഴ്സ് എന്നുള്ള അഡീഷൻ. നമ്മളതിനകത്തിൽ ഞാൻ പറഞ്ഞ പോലും അക്ലിയൂസിനെ പുറത്തിരുത്തിട്ട് സ്പെൻസർ ജോൺസിനെ കളിപ്പിക്കണം, കാരണം സ്വിങ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള. അതില്ലാതെ ഇന്ന് അക്ലിയൂസിനെ തന്നെ കളിപ്പിച്ചു. അപ്പോൾ അതെന്താണെന്നുള്ളത് തപ്പിപ്പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുതിയ ട്രാക്കാണെന്നും ആ ട്രാക്കിൽ ബോൾ ടച്ച് സ്ലോവർ ആണെന്നും ഗ്രിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നും ഉള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. എന്നിട്ടും എന്തിനാണ് അവർ ഈ ബാറ്റിംഗ് ഓപ്റ്റ് ചെയ്തെന്ന്? കാരണം ഓൾറെഡി അവർ ഒരു തവണ അവിടെ ബാറ്റിംഗ് ഓപ്റ്റ് ചെയ്ത് സെയിം അവസ്ഥയിൽ തന്നെ കൊളാപ്സ് ആയ ഒരു ടീം പിന്നെ അത് തന്നെ റിപ്പീറ്റഡ്ലി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് എ വെരി 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 പുവർ ഡിസിഷൻ. വെരി പുവർ ഡിസിഷൻ. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് ഡൽഹിയുടെ ഒരു കളി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ, അതായത് കളി തുടങ്ങുന്നതിന് മുമ്പേ തോൽക്കുക എന്ന് പറയുമല്ലോ, ആ ഒരു പ്രതീതിയാണ്. ഇതാണ് നമ്മൾ LSGയുടെ കാര്യത്തിലും മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. കളി തുടങ്ങുന്നതിന് മുമ്പേ എങ്ങനെ ഒരു സ്വന്തം ടീമിനെ ഒരു നെഗറ്റീവ് ഇതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാന്ന് ഡൽഹിയുടെ മാനേജ്മെന്റ് കറക്റ്റായിട്ട് ഇന്ന് കാണിച്ചു. ഒന്നാമത്തെ കാര്യം ടീം സെലക്ഷന്റെ കാര്യത്തിൽ, പിന്നെ ടോസിന്റെ കാര്യത്തിൽ. ടീം സെലക്ഷന്റെ കാര്യത്തിൽ അവർ എന്തുകൊണ്ട് ഈ ഒരു ബാക്ക് എൻഡ് ഓഫ് ദ സീസൺ ആയിട്ട് പോലും നമ്പർ 4 ബാറ്റ്സ്മാനെ എന്തുകൊണ്ട് ഫിക്സ് ആക്കാൻ പറ്റുന്നത്? ഇപ്പോൾ ഔട്ട് ഓഫ് നോവെയർ എവിടെ നിന്നാണ് ഈ കരുൺ നായർ വരുന്നത്? കരുൺ നായറിനെ അവർ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് കരുൺ നായറിനെ കളിപ്പിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സമീർ റസയെ കളിപ്പിക്കുക. ശരി, പോട്ടെ, അവർ കരുൺ നായറിനെ കളിപ്പിച്ചെങ്കിലും പോട്ടെ. എനിക്ക് ഏറ്റവും വലിയ ബ്ലണ്ടറായിട്ട് തോന്നിയത് ഈ പിച്ചിൽ 11 ഓവർ വരെ ബാറ്റ് ചെയ്ത അവർക്ക് നൂർ അഹമ്മദ് ആൻഡ് അഖിൽ ഹുസൈൻ ഇത്രയും സൂപ്പർബായിട്ട് ബോൾ ചെയ്തൊരു കണ്ടീഷനിൽ അവർ സമീർ ഉസ്ലിയെ കൊണ്ടുവന്ന് ഇമ്പാക്ട് സബായിട്ട് കൊണ്ടുവരുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ വിബ്രാജ് നിഗം എന്ന് പറയുന്ന അവർക്ക് ഫ്യൂ ഓവേഴ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടും അവർ സമീർ റുസിയെ കൊണ്ടുവരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമീർ റുസിയെ ആദ്യമേ ഈ കരുൺ നായറിന് പകരം കളിപ്പിച്ചാൽ പോരെ നമ്പർ 4. അങ്ങനെ ഒരു അതും ക്ലൂ വേണ്ട, ഇല്ലാത്ത അതിലും രീതിയിലുള്ള ഒരു വലിയ മാനേജ്മെന്റ്. ശരി, അവർക്ക് സമീർ റിസ്വെ ഇറക്കണം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട്. ഓക്കെ, അവരെ ഇറക്കാതിരിക്കുമോ? ഓക്കെ, എന്തുവായാലും മാനേജ്മെന്റ് ഡിസിഷൻ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴാണ് സമീർ റിസ്വെ ഇറക്കേണ്ടത്? ഓൾറെഡി ഒരു ബാറ്റ്സ്മാൻ അശുതോഷ് ശർമ്മ അതിനകത്തിൽ ഇരിപ്പുണ്ട്. പുള്ളിയും കൂടെ ഫെയിൽ ആയിരുന്നെങ്കിൽ പിന്നെ ഒരു ഇമ്പാക്റ്റിനെ കൊണ്ടുവരുന്നുണ്ട് എന്തെങ്കിലും സെൻസ് ഉണ്ട്. മനസ്സിലായി? ഇതിപ്പോൾ ഇമ്പാക്ട് സബിനെ കൊണ്ടുവന്നു, പക്ഷെ ആകെ അശുതോഷ് ശർമ്മ അവിടെ 5 പന്താണ് കളിച്ചത്. മനസ്സിലായി? അതായത് ഒരു 14 റൺസ് റിസോഴ്സസിനെ പ്യൂർലി യൂസ് ചെയ്തില്ല. അത് അശുതോഷ് ശർമ്മ എന്താ പറ്റിയോ 11ാമത്തെ ഓവർ ഇറക്കിയിരുന്നുവെങ്കിൽ ഇച്ചിരൂടെ ലൈക്ക്, എന്നാൽ അശുതോഷ് ശർമ്മ അങ്ങ് മൊത്തം കളിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദേ കുഡ് ഹാവ് ടേക്കൺ എ ചാൻസ് ടു വിൻ ദ ഗെയിം. ഇത് അവിടെ തന്നെ ഓക്കെ എനിക്ക് സ്പിന്നർ വേണ്ട എന്നുള്ള തീരുമാനം എടുത്തത് രണ്ടാമത്തെ വലിയ ബ്ലണ്ടർ. ലൈക്ക് നീ ബ്രോയ് പറഞ്ഞു വിട്ട് അതെ അതെ എങ്ങനെയാണ് ഒരു ടീം തോക്കുക എന്ന് പറയുന്നത് 2 ബാറ്റ്സ്മാൻമാർ മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ടാണ് ഇത്ര അവരുടെ ബാറ്റിംഗ് കൊളാപ്സ് ആയത്. KL രാഹുൽ, അതെ അതെ അതേപോലെ തന്നെ പത്തും നിശങ്ക. ഞാൻ പല ആവർത്തി പറഞ്ഞു പത്തും നിശങ്ക കളിപ്പിക്കരുത് കളിപ്പിക്കരുത് കളിപ്പിക്കരുത്. കാരണം അങ്ങോ ഇങ്ങോ വല്ല ഒരു കളി കളിച്ചാൽ കളിച്ചു എന്നുള്ളതേ ഉള്ളൂ പുള്ളി. അല്ലാതെ പുള്ളിയുടെ ബോഡി ലൈനിൽ ആ സ്റ്റാർട്ട് കിട്ടണം, ആ ലെങ്ത് കിട്ടി പുള്ളി അടിച്ച് ബൗണ്ടറി കുറേ ഇനിഷ്യലി നേടിയെങ്കിൽ ആ ഒരു കോൺഫിഡൻസിൽ പുള്ളി മുന്നോട്ട് പോകത്തുള്ളൂ. ഇല്ലാത്ത കളികളെല്ലാം പുള്ളി സ്ട്രഗിൾ ചെയ്ത് വളരെ ലോ ടോട്ടൽ മാത്രമല്ല ഒരുപാട് പന്തും കൺസ്യൂം ചെയ്തിട്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ സൈഡിൽ KL രാഹുലിൻ്റെ ഒരു സെൻസിബിൾ ഇന്നിങ്സും കൂടെ ഉണ്ടായി. അപ്പോൾ അത് ഈ പറയുന്ന പോലെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. അതുകൂടെ ആയപ്പോഴത്തേക്കിന് പിന്നെ വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് ഒരു രക്ഷയില്ല. രസകരമായ ഒരു സ്റ്റാറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് IPL ഹിസ്റ്ററിയിൽ 2ാമത്തെ തവണയാണ്
രണ്ട് ബാറ്റ്സ്മാന്മാരും IPL ഹിസ്റ്ററിയിൽ രണ്ടാമത്തെ തവണയാണ് ഒരു ടീമിലെ ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന 4 ബാറ്റ്സ്മാന്മാരും 10-ൽ കൂടുതൽ റൺ സ്കോർ ചെയ്യുകയും 20-ൽ താഴെ സ്കോർ ചെയ്യുകയും ചെയ്യുന്നത്. ഇതിന് മുമ്പും ഇതേ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് 2011-ലോ 12-ഓ മറ്റോ വന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അന്നും DC ആയിരുന്നു കളിച്ചിരുന്നത്. അത് കൊച്ചിൻ ടസ്കേഴ്സിനെതിരെയാണ് കളിച്ചത്. അന്ന് സെവാഗ് ആയിരുന്നു അന്ന് ഡൽഹിയുടെ ക്യാപ്റ്റൻ. അന്നും ഇതേ കൂട്ട് 4 ബാറ്റ്സ്മാന്മാർ 10+ സ്കോർ ചെയ്തു. ആ 4 പേരും 20+ കടന്നതുമില്ല. അത് ഇന്ന് ചരിത്രത്തിൽ രണ്ടാമതായി സംഭവിച്ചു. കാരണം ഇവർ ആദ്യമേ നിന്ന് കുറേ ബോൾ ഒരുപാട് കൺസ്യൂം ചെയ്തു. പവർ പ്ലേയിലാകെ 30 ചില്ലറ റണ്ണേ വന്നുള്ളൂ. പിന്നെ എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പോയതാണ് ബാറ്റ്സ്മാന്മാരെല്ലാം ഔട്ടായത്. ഇവരെല്ലാം ഔട്ടായി നോക്കിക്കഴിഞ്ഞാൽ പിച്ചിൻ്റെ ഒരു കണ്ടീഷൻസിനെ ഡിഫിക്കൽട്ടി കൊണ്ടല്ല അവർ ഔട്ടായത്. ഓക്സൈഡ് ആയിട്ടുള്ള ഷോട്ട്സ് കളിച്ചിട്ടാണ് ഇവരെല്ലാം ഔട്ടായത്. കരുണാകരനാണെങ്കിൽ തന്നെ എന്താ സ്വീപ്പ് ചെയ്യുന്നു, അതൊരു ബൗൺസി ബോൾ തന്നെ സ്വീപ്പ് ചെയ്യുന്നു. ലൈക്ക് അവർ അൺവാണ്ടഡ് റിസ്ക് എടുത്തിട്ടാണ് അവരുടെ വിക്കറ്റ് എല്ലാം വലിച്ചെറിഞ്ഞത് എന്ന് എനിക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതെ അതെ തീർച്ചയായിട്ടും സഞ്ജു സാംസന്റെ ഇന്നിങ്സും ഡൽഹിയുടെ ബാറ്റ്സ്മാൻമാരുടെ ഇന്നിങ്സ് തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം അതാണ്. അതായത് സഞ്ജു സാംസൺ ഡിഫിക്കൽട്ട് പിച്ച് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലൂസ് ബോൾസ് പിക്ക് ചെയ്യാനായിട്ട് സഞ്ജു സാംസന് പറ്റി. സാഹചര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ ഒരു പേസ്, ഈ പിച്ചിൽ ഏത് പേസിൽ കളിക്കണം, എങ്ങനെ കളിക്കണമെന്ന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ബാറ്റ്സ്മാന്റെ കഴിവ് ഇറ്റ് വാസ് എക്സലന്റ്. അതാണ് സഞ്ജു സാംസന്റെ ഇന്നിങ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേസമയം ഡൽഹിയുടെ ബാറ്റ്സ്മാൻമാർക്ക് ആ ഒരു, പ്രത്യേകിച്ച് കരുണാകരന്റെ കാര്യം പറയുകയാണെങ്കിൽ കരുണാകരന് ഏത് പേസിൽ കളിക്കണമെന്ന് അറിയില്ല. ഇവിടെ അടിച്ച് കളിക്കണോ അതോ ഇവിടെ കുറച്ചും കൂടെ ടൈം എടുത്ത് കളിക്കണം. അവരൊരു ഡിസിഷനിലേക്ക് എത്രയാണ് ഇവിടെ ഒരു ടോട്ടലിന് ഈ ഒരു ഗ്രൗണ്ടിൽ എത്ര ടോട്ടൽ അടിച്ചാലാണ് നമുക്കൊരു വിന്നിംഗ് സ്കോർ എത്താൻ പറ്റുന്നത് എന്നുള്ളത് അവിടെ ആ ഗെയിമിൽ ഇരുന്നിട്ട് ഒരു ബാറ്റ്സ്മാനോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന 2 പേർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഡബിൾ മൈൻഡ് ആയി പോവാണ്. അങ്ങനെയാണ് മിക്ക ബാറ്റ്സ്മാൻ അവർ ടോപ്പ് ഓർഡറുള്ള ബാറ്റ്സ്മാൻമാർ ഔട്ട് ആവുന്നത്. അവിടെ ഏറ്റവും വേറെ ബ്രോ പറഞ്ഞ പോലെ ഇപ്പോൾ 10 നിസംഗെ കളിപ്പിക്കും നമ്മൾ. ബ്രോ അത് 10 നിസംഗെ കളിപ്പിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റാണ ഷുഡ് ഓപ്പൺ, റാണ ഓപ്പൺ ചെയ്യാം. എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ ഉണ്ട് ഇപ്പോഴും. പൃഥ്വി ഷാ ഓപ്പൺ ആക്കട്ടെ. നമ്മൾ ഇങ്ങനെ വീഡിയോയുടെ ഞാൻ താഴെ ഒരു ആള് ഞാൻ പറയുന്നത് മില്ലറിനെ താഴെ കൊണ്ടുവരല്ലോ. ഇപ്പൊ ഒരാളും കൂടെ വരുമ്പോഴത്തേക്ക് അല്ല, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം മൂന്നാമത്തെ ബാറ്റ്സ്മാൻ സെറ്റിൽ ആവുന്നില്ല എന്നുള്ളതായിരുന്നു. കുറെ കഴിഞ്ഞ സീസണിലെയും ഈ സീസണിലെ ഇനിഷ്യലുള്ള പ്രശ്നം. അത് എന്നെ പോയിന്റ് ഔട്ട് ചെയ്തത് നമ്മുടെ ഒരു പ്രേക്ഷകൻ തന്നെയാണ്. അവിടെ വന്ന് കമന്റ് ഇട്ടപ്പോഴാണ് ഞാൻ അതും ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം ഈ തേർഡ് കളിക്കാൻ അവർക്ക് ആളില്ലാതായി പോകും. അപ്പം ഏറെ നാളിന് ശേഷം അവർ കണ്ടെത്തിയ ഒരു പ്ലെയർ ആണ് നിതീഷ് റാണ തേർഡ് പൊസിഷനിലേക്ക് സെറ്റിൽ ആയിരിക്കുന്നത്. അതിനെ അതിലേക്കാണ് ഞാൻ വന്നത്. അതായത് അവർക്ക് തേർഡ് കളിക്കാൻ ആളില്ലാന്ന് ആരാ പറഞ്ഞത്? അവര് ഇതുപോലെ സ്ട്രഗിൾ ചെയ്തൊരു മാച്ചിൽ അവരെ ഒരു മാച്ചിലേക്ക് വിൻ ചെയ്യിപ്പിച്ച ആരാണ്? സ്റ്റബ്സ് ആണ്. അന്ന് ഇവരുടെ കോച്ച് തന്നെ അല്ലെങ്കിൽ ഇവരുടെ ടീം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്റ്റബ്സ് ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ ആണ്, നമ്പർ 3 ബാറ്റ്സ്മാൻ ആണ്. അത്രയും അങ്ങനെ ഒരു ബാറ്റ്സ്മാൻ ആയതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് സ്റ്റബ്സിനെ പിന്നെയും ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ ഇപ്പോൾ കരുൺ നായർ വരുന്ന സ്ഥാനത്ത് സ്റ്റബ്സ് ആണ് വന്നിരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇന്നിങ്സ് തീർച്ചയായിട്ടും ബിൽഡ് ചെയ്തേനെ. എത്രയോ മാച്ചസ് സ്റ്റബ്സ് അങ്ങനെ വന്നിട്ട് ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റബ്സ് വലിയ സ്ട്രൈക്ക് റേറ്റിലൊന്നും അല്ല കളിച്ചത്, പക്ഷേ ഒരു സൈഡിൽ നിന്ന് വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റബ്സ് എന്നിട്ടും ഒരു 31 ബോളിൽ 38 റൺസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് ഇത്രയും താഴെ വന്നിട്ടാ വിക്കറ്റ് പോകാത്തൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഇതിലും സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാനായിട്ട് സ്റ്റബ്സിന് തീർച്ചയായിട്ടും പറ്റിയാണ്, കളിക്കാൻ മൊത്തത്തിൽ ബ്ലണ്ടർ. അതെ പറഞ്ഞോ. ടോട്ടലി ടോസ് കാണിച്ചത് ഒരു ബ്ലണ്ടർ, ടീം സെലക്ഷൻ ഒരു ബ്ലണ്ടർ, ബാറ്റിംഗ് റൊട്ടേഷൻ്റെ അടുത്ത ബ്ലണ്ടർ, ഇമ്പാക്ട് സബ് അതിലും വലിയ ബ്ലണ്ടർ. ഒരു ടൂ മെനി മിസ്റ്റേക്സ് ഇൻ സിംഗിൾ ഇന്നിങ്സ് എന്ന് തന്നെ പറയുമ്പം അത് തിരിച്ച് പുൾ ഔട്ട് ചെയ്ത് കൊണ്ടുവരിക പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അവരൊരു 180, 190 അടിച്ചിരുന്നുവെങ്കിൽ ഇറ്റ് വാസ് ഫാർ ഗുഡ് ടോട്ടൽ ടു ഡിഫെൻഡ് ആയേനെ, കൺസിഡറിങ് ഒരു നല്ലൊരു ബോളറോട് ഉണ്ടായിരുന്നെങ്കിൽ. ഇന്ന് മിച്ചൽ സ്റ്റാർക്കും ലുംഗിങ്കിടിയും അതെ 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 ഒരു ലുംഗിങ്കിടിയും മിച്ചൽ സ്റ്റാർക്കും തുടങ്ങിയ ആ ഒരു ഓവർ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവരെങ്ങനെയാണ് കളി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അവർ റിസ്ക് എന്തായി ഋതുരാജ് കേക്കോ അത് കാണിക്കുന്നത് അതിനകത്ത് വന്നിരുന്നു. എന്ത് കാണിക്കുക, 13 പന്ത് കളിച്ച് 6 റണ്ണുമായിട്ട് ഔട്ടായി പോകുന്നത്. എന്തിനാ പുള്ളി ബാറ്റുമായിട്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത കുറേ റണ്ണിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും. എത്ര റൺ ഔട്ട് ചാൻസസ് ഉണ്ടായിരുന്നു അറിയോ? എത്ര റൺ ഔട്ട് ചാൻസസ് അവർ തമ്മിൽ ലൈക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ കാര്യം ഉണ്ടായി. അത് ഇച്ചിരി സെൻസിബിളായിട്ട് ഋതുരാജ് ഹാൻഡിൽ ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇങ്ങനെ ഒരു റണ്ണേ ബോളോ 50 പോലും ഇല്ല പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ്. ഒരു ബാക്കിയുള്ള ടീംസ് എല്ലാം ലൈക്ക് ഓക്കെ പിച്ച് ഇച്ചിരി ടഫ് കണ്ടീഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഒരു 120 സ്ട്രൈക്ക് റേറ്റിൽ കളി, ഒരു 130 സ്ട്രൈക്ക് റേറ്റിൽ കളി, പവർ പ്ലേ അല്ലേ, 13 പന്ത് നിന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പോയെന്ന് പറയുമ്പം എന്താ അതിൽ കൂടുതലൊക്കെ പറയാൻ. പുള്ളി ആകെപ്പാടെ അടിച്ചത് ഒരു 4. അവിടുന്നാണ് റിക്കവർ ചെയ്ത് വരുന്നത്. അതാണ്
ഒരു സഞ്ജു സാംസന്റെ ഇന്നിങ്സിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ വിട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. ഉറുളിൽ പട്ടേലിന്റെ ഒരു 17 റൺസ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും എങ്കിഡിയുടെ ഓവറിൽ അടിച്ച പവർ പ്ലേയിൽ ലാസ്റ്റ് അടിച്ച ആ 2 സിക്സ്, അത് മൊമെന്റം ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ചെന്നൈ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പവർ പ്ലേയിൽ വളരെ ചെറിയ സ്കോറും പിന്നീട് അങ്ങോട്ട് ഒരു പ്രഷറിലേക്ക് ആയി പോകാനും ചാൻസ് ഉള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ആ ഒരു ഋതുരാജിന്റെ ഇന്നിങ്സിന്റെ ഒരു കുറവ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇന്റന്റ്, ഉറുൾ പട്ടേലിന്റെ ആ ഒരു ഇന്റന്റ് തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരുന്നു ഈ ഒരു ചേസിൽ. ഋതുരാജ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കാർബൺ കോപ്പി ആയിട്ടാണ് ഇതുവരെ ഇങ്കടി എറിഞ്ഞിരിക്കുന്ന ഓവറുകളെല്ലാം 50% ഓഫ് ദ ബോളർ സ്ലോവർ ബോളറാണ് എറിഞ്ഞിട്ടുള്ളത് ഇതുവരെ ത്രൂ ഔട്ട് 9 കളി കളിച്ചതിൽ. 9 കളിയും പുള്ളി കളിച്ചിട്ടില്ല. കളിച്ച കളികളെല്ലാം പവർ പ്ലേയിൽ എറിഞ്ഞിരിക്കുന്ന 50% ബോളും സ്ലോ ബോളാണ്. അതും പ്രതീക്ഷിച്ചുകൊണ്ട് പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുക, സ്ലോ ബോൾ വരും, ഇപ്പോൾ സ്ലോ ബോൾ വരും, ഇപ്പോൾ സ്ലോ ബോൾ വരും. അങ്ങനെ തന്നെ ഒരു 3-4 ബോൾ പുള്ളിക്ക് ഡിഫെൻഡ് ചെയ്ത് കളയേണ്ടി വന്നു. അതേ സ്ഥാനത്ത് ഉറുവിൽ പട്ടേൽ വന്നു. പിന്നെ ഈ പറഞ്ഞിട്ട് പുള്ളിക്കാരനൊന്നും ലൈക്ക് യങ് ബ്ലഡാണ്, അത്ര എക്സ്പ്ലോസീവ് അല്ല ഇൻറ്റൻറ്റ് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ആ അടിച്ച 2 സിക്സും നല്ല 2 ഷോട്ട് എന്ന് പറയുന്നത് ചുമ്മാ ഉള്ള ഒരു ബ്ലൈൻഡ് സോക്ക് അല്ല ചെയ്തത്. ഇങ്കടി എന്ന് പറഞ്ഞ ബോളറിനെ ഒന്ന് നല്ല പേസി ആയിട്ടുള്ളതും, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ബോൾ സ്ലോ ബോൾ എറിഞ്ഞു, അതും പിക്ക് ചെയ്ത് 6 അടിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഒരു പവർ പ്ലേയിൽ അത്യാവശ്യം ഒരു മിനിമം ടോട്ടൽ എന്നുള്ള രീതിയിലെങ്കിലും പോസ്റ്റ് ചെയ്യാൻ ഉണ്ടായത്. ആ ഒരു ഇന്നിങ്സ് വളരെ ഇമ്പാക്ട്ഫുൾ ആണ്. അതുകൊണ്ടാണ് ഈ കാർത്തിക് ശർമ്മ ഇറങ്ങിയപ്പോൾ പോലും അത്ര റൺ റേറ്റ് പുറകെ പോകുന്നത്. ഇപ്പം നമ്മളീ പറയുന്നു 6 ഓവറിൽ അവിടെ 50, ആ ഓവറിൽ അങ്ങനെ സഞ്ജു സാംസൺ ഔട്ടായി കഴിഞ്ഞാൽ ടോട്ടലി കൊളാപ്സ് ആയി പോയേനെയും. കാരണം ഒരു ന്യൂ ബാറ്റ്സ്മാൻ വന്ന് സെറ്റിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിച്ചിൽ. അതാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. അല്ലെങ്കിൽ ഡൽഹിയിലെ ബാറ്റ്സ്മാൻമാർ മോശമായിട്ടല്ല, ആ ഒരു പുതിയൊരു ബാറ്റ്സ്മാൻ വന്ന് സെറ്റിലാവുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതിന് ലൈക്ക് അൺഈവൻ ബൗൺസ് ആണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പിച്ചിൽ ബോൾ സ്ലോ ആവുന്നുണ്ടെന്നുള്ള രണ്ടാമത്തെ, അതൊക്കെ കൊണ്ടാണ് പുതിയൊരു ബാറ്റ്സ്മാൻ വന്ന് സെറ്റിലാവാൻ പാടാണെന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലെങ്ങാണ് സഞ്ജു സാംസൺ ഔട്ടായി പോയിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും ചെന്നൈ തോക്കുമായിരുന്നു. കാരണം ആ കാർത്തിക് ശർമ്മ എന്ന് പറഞ്ഞ പ്ലെയർ 22ാമത്തെ ബോളിലാണ് 2ാമത്തെ ബൗണ്ടറി എടുക്കുന്നത്. അപ്പോൾ ബൗണ്ടറി പെർ ബോൾസ് നോക്കിക്കഴിഞ്ഞാൽ 11 ബോൾ ഒരു ബൗണ്ടറി അടിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് മുകളിലോട്ട് വരും? അവിടെ ഞാൻ പിന്നെയും പറയുന്നു, അവിടെ സർഫറാസ് ഖാനാണ് കളിക്കേണ്ടത്. അത് സർഫറാസ് ഖാസിൻ്റെ പൊസിഷനാണ്. പുള്ളി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നല്ല കളികൾ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ നല്ല ബോളേഴ്സിനെതിരെ ഓൾറെഡി സ്റ്റാർട്ട് ഓഫ് ദ ടൂർണമെൻറ്റ് കാണിച്ചു തന്നതുമാണ്. പിന്നെ അൺവാണ്ടഡ് ചേഞ്ചസ് എന്തിനാണ് അവർ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. അതെ, ഞാനും അതേ അഭിപ്രായം തന്നെയാണ്. ഇതൊരു വിവാദമാവാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ്. കാരണം കഴിഞ്ഞ കളിയിൽ 50 അടിച്ച് ഈ കളിയിൽ 41 അടിച്ച ഒരു ബാറ്റ്സ്മാൻ ഇങ്ങനെ പറയാന്നുള്ളത്. പക്ഷേ ബാറ്റ്സ്മാൻ എത്ര റൺ അടിച്ചു എന്നുള്ളതല്ല, ഇത് ഇന്റന്റ് ഇത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഇന്റന്റിനെ പറ്റി പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കാം. അങ്ങനെയല്ല, ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഓരോ ഫേസിലും കളിക്കേണ്ട ഒരു സ്പീഡുണ്ട്, കുറച്ചും കൂടെ പേസായിട്ട്. ഇപ്പോഴല്ല അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാവുന്നത്. മുന്നോട്ട് ഏതെങ്കിലും നല്ല, ഇപ്പോൾ പഞ്ചാബിനെ പോലെ അല്ലെങ്കിൽ SRHനെ പോലെയുള്ള ടീമുകളായിട്ട് ഒരു ഹൈ സ്കോറിംഗ് മാച്ചുകളിലൊക്കെ കളിക്കേണ്ടി വരുമ്പോഴാണ് ഈ ഒരു നല്ല എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സ്ട്രൈക്ക് റേറ്റിൽ കളിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അവിടെ ഋതുരാജ് ഗെയ്ക്വാഡ് ആൻഡ് ഈ ഒരു കാർത്തിക് ശർമ്മ കുറച്ച് ബോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ കളി കയ്യിൽ നിന്ന് ഊരി പോകുന്നത് അറിയത്തില്ല എന്നുള്ളതാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിന് നമുക്ക് നേരെ ചെന്നൈയുടെ ബോളിങ്ങിലേക്കും കൂടെ ഒന്ന് പോയിട്ട് വരാം ബ്രോ. അക്കീൽ ഹുസൈൻ്റെ ബോളിങ്, പവർ പ്ലേയിലെ ബോളിങ് എക്സെപ്ഷണൽ ആയിരുന്നു. വെറും 6-7 റൺസാണ് 2 ഓവറിൽ കൊടുത്ത് ഒരു വിക്കറ്റ് വിട്ടു. അതുപോലെ തന്നെ 100 അഹമ്മദിൻ്റെ എക്സെപ്ഷണലി നന്നായിട്ടുള്ള ബോളിങ്. ഇപ്പോൾ ബ്രോയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് മുകേഷ് ചൗധരി നന്നായിട്ട് ബോൾ ചെയ്തു, ഗുർജപ്രീത് സിംഗ് നന്നായിട്ട് ബോൾ ചെയ്തു, എല്ലാവരും കുഴപ്പമില്ലാതെ തന്നെ ബോൾ ചെയ്തു. എനിക്കിതിനകത്ത് മനസ്സിലാവാത്തൊരു കാര്യം, ഈ ഓവർട്ടണിന് എന്തെങ്കിലും പരിക്കുണ്ടോ? ഓവർട്ടണിന് ഒരു ഓവറേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് റിസോഴ്സിന് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു നമ്മുടെ ക്യാപ്റ്റന്റെ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 153 ഓവറേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓവർട്ടൺ എന്തോ ഇന്ന് ഫിറ്റ് അല്ലായിരുന്നു. കാരണം ഒരുപാട് സമയവും പുള്ളി ഫീൽഡിലില്ല, ഡഗ് ഔട്ടിൽ തന്നെയായിരുന്നു. നേരത്തെ വന്ന് ഒരു ഓവർ എറിയാൻ വേണ്ടി 1-2 ഓവർ മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പുള്ളി ഫീൽഡിലേക്ക് വന്നത്. വന്നപ്പോൾ തന്നെ ഒരു ബൗണ്ടറി സേവ് ചെയ്യാൻ പോയി, പിന്നെ എന്തോ പറ്റിയിട്ടുണ്ട്. കാരണം പുള്ളി ഓവർ കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തിൽ കണ്ടു അമ്പയറോട് പെർമിഷൻ ചോദിക്കുന്നു, ലൈക്ക് എന്തോ നിഗിളോ എന്തോ ഉണ്ട്, അതാണ് കാര്യം, പുറത്ത് പോകണം എന്നുള്ള രീതിയിൽ. അങ്ങനെ അമ്പയർ പെർമിഷൻ കൊടുത്തുകൊണ്ട് ആ ഓവറിന് ശേഷം പുള്ളി പുറത്തേക്ക് പോവുകയും ചെയ്തു. പിന്നെ അതുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. അല്ലാതെ ഒരു കാരണവശാലും ഓവർട്ടണിനെ എറിയിപ്പിക്കാതിരിക്കാൻ ഒരു കാര്യമില്ല. കാരണം കഴിഞ്ഞ കളി ഇതേ ടീമിനെതിരെ 4 വിക്കറ്റ് എടുത്ത ബോളറാണ്. അപ്പം അങ്ങനെ ഒരു ഫിറ്റ്നസിന് എന്തോ ഇഷ്യൂ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവും, അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ചെന്നൈക്ക് വീണ്ടും തലവേദനയാണ്, വീണ്ടും പറഞ്ഞാൽ തലവേദനയാണ്. കാരണം അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ട് പുള്ളി എറിഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് മുകേഷ് ചൗധരിയും അവരുടെ ഫാസ്റ്റ് ബോളേഴ്സും നന്നായിട്ട് എറിഞ്ഞ് ഫസ്റ്റ് ഇനിഷ്യൽ ബ്രേക്ക് ത്രൂ എടുത്തത് മുകേഷ് ചൗധരിയാണ്. അക്കീൽ ഹുസൈൻ്റെ ആ പവർ പ്ലേ, എന്തുകൊണ്ട് അക്കീൽ ഹുസൈൻ കളിക്കണം എന്നുള്ളതിൻ്റെ ഒരു വീണ്ടും ഒരു ആൻസറാണ്. കാരണം അവിടെ എറിഞ്ഞതും പിന്നീട് വന്ന് സെക്കൻഡ് സ്പെല്ലിൽ വന്നിട്ട് നന്നായിട്ട് എറിഞ്ഞു. 100 അഹമ്മദും അതുപോലെ തന്നെ ബ്രേക്ക് ത്രൂ കൊടുത്തു. സോ ചെന്നൈയുടെ ഒരു ബോളിങ്ങിനെ പറ്റി എന്താണ്? ചെന്നൈയുടെ ബോളിംഗ് ഓൾമോസ്റ്റ് എല്ലാവരും സോർട്ടഡ് ആണ്.
ഞാൻ ഈ പറയുന്നത് അവർ അൺവാണ്ടഡ് ചേഞ്ചസ് നടത്തിയില്ലെന്നുണ്ടെങ്കിൽ അഖിൽ ഹുസൈനെ ഞാൻ പുറത്തിരുത്തണമെന്ന് പേഴ്സണലി പറഞ്ഞ ആളാണ്. അതിന് എൻ്റേതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് അഖിൽ ഹുസൈൻ വന്നതും അതേ കൂട്ട് തന്നെ ഇത്ര രീതിയിൽ പെർഫോം ചെയ്തതും. ഐ എം റെഡി ടു ടേക്ക് ദ ബ്ലെയിം. പക്ഷേ ഇതാണ് ചെന്നൈയുടെ ബോളിംഗ് ലൈനപ്പ്. അഖിൽ ഹുസൈൻ, മുകേഷ് ചൗധരി, കമ്പോജ്, നൂറ്, ഗുർപ്രീത് സിംഗ്, ജെമി ഓട്ടൻ. ഈ ഗുർപ്രീത് സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ ഉള്ളൊരു ചെന്നൈ പ്ലെയറാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുന്നത്. അതെ ആകെപ്പാടെ പുള്ളിയേ ഉള്ളൂ ഒരു അതെ ഒരു ചെന്നൈക്ക് വേണ്ടി ചെന്നൈക്കാരൻ. കളിക്കുന്നത്. അതെ അതെ. ഡൊമസ്റ്റിക്കിലും പുള്ളി തമിഴ്നാടിനെയാണ് റെപ്രസെൻ്റ് ചെയ്ത് കളിക്കുന്നത്. പുള്ളി റീറൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്ന ബാക്കി എല്ലാവരും ലൈക്ക് ബോളിംഗ് അവരെ സോർട്ടഡ് ആണ്. ബാറ്റിംഗ് ഇപ്പോഴും അവരെ സോർട്ടഡ് അല്ല. ബാറ്റിംഗ് ഈ പറയുന്ന പ്രശ്നം കൊണ്ട് ബാക്ക്ലാഷ് ചെയ്ത് ഇനി ഒരു കളി തോക്കുക എന്ന് പറയുന്നത് ചെന്നൈയെ കൊണ്ട് ടൂർണമെൻറ്റിന് പുറത്ത് പോവുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് ഇപ്പോൾ ഡൽഹിയുടെ ബോളിംഗ് വന്നു സഞ്ജുവിന് കഴിഞ്ഞാലും സഞ്ജുവിന് എല്ലാ കളിയും താങ്ങാൻ പറ്റത്തില്ല ഇതുപോലെ. ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ബുദ്ധിമുട്ടായിട്ട് വരും. പ്രത്യേകിച്ച് ഈ രണ്ട് പേരുടെ കാര്യമാണ്. ബ്രോ ഡൽഹിയുടെ ബോളിങ്ങിലേക്ക് തന്നെ നമുക്കിനി വരാനുള്ളത്. ഡൽഹി ബോളിങ്ങിലാണെങ്കിൽ തന്നെ മിച്ചൽ സ്റ്റാർക്ക് ഫസ്റ്റ് ഓവർ വാസ് ലൈക്ക് എക്സെപ്ഷണൽ സ്പെല്ലായിരുന്നു. പുള്ളി തീ തുപ്പുന്നത് എന്തുകൊണ്ട് ആ ബോളർ ഇത്ര റേറ്റ് ചെയ്യുന്നതെന്ന് ആ ഫസ്റ്റ് ഓവർ തന്നെ കണ്ടാൽ അറിയാം. ഇന്ന് പതിലും വിപരീതമായി ഈ പറയുന്ന തൊട്ട് അക്ഷർ പട്ടേൽ വന്നെറിഞ്ഞു. അക്ഷർ പട്ടേൽ 4 ഓവർ 25 ഒരു വിക്കറ്റ്, വളരെ എക്കോണമിക്കലായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് സഞ്ജു സാംസണിൻ്റെ വീക്ക്നെസ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുള്ളത് ഇപ്പോഴും എൻ്റെ കൺഫ്യൂഷനാണ്. അപ്പോൾ അതിന് ട്രൈ പോലും ചെയ്തില്ല. അങ്ങനെ അതിന് പുറകെ വന്ന ലുങ്കിയും അതേകൂട്ട് തന്നെ ആദ്യത്തെ ഓവർ നല്ല രീതിയിൽ എറിഞ്ഞു. രണ്ടാമത്തെ ഓവർ പവർ പ്ലേയിൽ വന്ന് ലാസ്റ്റ് 6ാമത്തെ ഓവർ 2 6 കൺസിഡർ ചെയ്തുകൊണ്ടാണ് പുള്ളി ടച്ച് എക്സ്പെൻസീവ് ആയത്. അവരും കാര്യമായിട്ടും പിന്നെ നല്ല രീതിയിൽ എറിഞ്ഞു അവർ ആ 3 പേരും. പിന്നെ ഈ പറഞ്ഞിട്ട് ആ 2 പേരെ ടാർഗറ്റ് ചെയ്ത 2 പേരാണ്. കുൽദീപ് യാദവിനാണെന്നുണ്ടെങ്കിലും പുള്ളി ടോസ്റ്റ് അപ്പ് ചെയ്ത ബോളുകളാണ് എല്ലാം അറ്റാക്ക് ചെയ്തത്. ഫ്ലൈറ്റ് ഡെലിവറീസ് ഒന്നും ചെയ്തിട്ടില്ല. സിംഗിൾ ഇട്ട് ടാപ്പ് ചെയ്ത് മാറിയിട്ടേ ഉള്ളൂ. ബോൾ ടോസ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ബൗണ്ടറിയാണ്. അങ്ങനെയാണ് അവർ അറ്റാക്ക് ചെയ്ത സ്റ്റൈല്. അതേ കൂട്ട് തന്നെ നട്രാജനെ ആണെന്നുണ്ടെങ്കിലും നട്രാജനെ ഉള്ളൂ അവർ ടാർഗറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ബോളർ. അതുകൊണ്ടാണ് നടരാജന് അടി കിട്ടിപ്പോയതും. അവർ രണ്ടുപേരും ലൈക്ക് ദേ ഡിഡിൻ ഹാവ് ഇനഫ് ടോട്ടൽ ടു ഡിഫെൻഡ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ ബോളിംഗ് കൂടുതലായിട്ട് അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ആരെങ്കിലും 1-2 പേരെ അവർ അറ്റാക്ക് ചെയ്യും. ബാക്കിയുള്ളവർ നോക്കി കളി ജയിച്ച് പോകാനേ നോക്കത്തുള്ളൂ. കുൽദീപ് യാദവിന്റെ ഫോം ഡൽഹിയെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ് ഈ സീസൺ മൊത്തത്തിൽ. 10+ ആണ് എക്കോണമി എല്ലാ മാച്ചുകളിലും ആവറേജ് നോക്കുകയാണെങ്കിൽ. അത് മാത്രമല്ല, അത് പറയുമ്പോൾ കുൽദീപ് യാദവിന്റെ അത് അക്ഷർ പട്ടേൽ കളി കഴിഞ്ഞിട്ട് അത് പറയുന്നുണ്ടായിരുന്നു, കുൽദീപ് യാദവ് ആസ് എ പാർട്ട്ണർ എന്തുമാത്രം മിസ് ചെയ്തു എന്നുള്ളത്. അതല്ലാതെ തന്നെ അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് സഞ്ജു സാംസൺ കുൽദീപ് യാദവിനെ അടിച്ച 2 6 ഉണ്ട്. അതിനകത്ത് ഒന്ന് കറക്റ്റായിട്ട് ടേൺ മനസ്സിലാക്കിയിട്ട് വെയിറ്റ് ചെയ്ത് അടിച്ചൊരു 6. അതിനുശേഷം കുൽദീപ് യാദവിന്റെ നാച്ചുറൽ ആയിട്ടുള്ള അവരൊരു ടീമിൽ കളിക്കുന്നതാണല്ലോ, അടുത്ത കുൽദീപ് യാദവ് എന്ത് എറിയാൻ പോകുന്നത് പുള്ളി മനസ്സിലാക്കിയിട്ട് ബാക്ക് ഫുട്ടിൽ വെയിറ്റ് ചെയ്ത് അടിച്ച 6 എക്സെപ്ഷനാണ്. അത്ര ഗെയിമിൽ ഇൻവോൾവ്. അതുകൊണ്ട് എനിക്ക് ഈ ഇന്നിങ്സ് 2 സെഞ്ചുറിയെക്കാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത്ര പുള്ളിക്ക് ഇത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അത്ര പുള്ളി കറക്റ്റ് ഗെയിം അവയർനെസ് പുള്ളിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഇന്നിങ്സിൽ ഉടനീളം ഒരു രക്ഷയില്ലായിരുന്നു ഇന്നിങ്സ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴും അത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു മാച്ചിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോവാം, അതോ വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഇല്ല, ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞിട്ട് ഡൽഹി ഇത് ടീമോട്ട് ഇനി മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡൽഹിയുടെ ഗെയിം ഓൾറെഡി കഴിഞ്ഞു. ഇനി അവർ ജയിച്ചാലും തോറ്റാലും പിന്നെ ആർക്കും വലിയ പ്രയോജനമില്ല. അത് ഇനി കളിക്കാൻ പോകുന്നതും വലിയ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ടീമായിട്ടല്ല. എനിക്ക് തോന്നുന്നു 2 കളി കൊൽക്കത്തയായിട്ടാണ് ഡൽഹിയുടെ കളി. അതേകൂട്ട് തന്നെ പിന്നെ ഒന്ന് പഞ്ചാബും ഒന്ന് RRഉം. അത് അവർ നോക്കിക്കോളും. പഞ്ചാബും RRഉം അവരുടെ കാര്യത്തിൽ നോക്കിക്കോളും. അത് പക്ഷേ ഡൽഹി ഓൾമോസ്റ്റ് ഡൽഹിയെ പുറത്തായി. സംബന്ധിച്ച് അതെ ക്യാപ്റ്റൻ ആണ്. എന്നെ സംബന്ധിച്ച് ക്യാപ്റ്റൻ അവരുടെ കോച്ച്. ഈ കോച്ചാണ് ഇവിടെ ഫ്ലെമിങ്ങിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ആ ആലോചിക്കുമ്പോഴത്തേക്ക് അലിഗേഷന് എനിക്ക് ശേഷം അതാണ് വന്നിട്ടുള്ള ആദ്യത്തെ കളി വരുന്നത് നേർക്ക് നേർ. അതെ എന്ത് അടിസ്ഥാനത്തിലാണ് പുള്ളി ഇത്രയും ബ്ലണ്ടേഴ്സ് കാണിക്കുന്ന ഒരു കോച്ചിന് ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമല്ലോ, പ്ലേയിങ് ലോണിൽ ഇടുന്നത് കോച്ചാണ് ഇമ്പാക്ട് ഉള്ള കാര്യത്തില്. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളപ്പോൾ ഈ പുള്ളിക്കാരന് ഈ മിഡ് സീസണിലോ എന്താ ഫ്ലെമിങ്ങിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ യാതൊരു ഇതുമില്ല. അതെന്തായിക്കോട്ടെ. പക്ഷേ ഇന്ന് ക്യാപ്റ്റനും അതുപോലെ തന്നെ. ക്യാപ്റ്റൻ ഇപ്പം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ പുറകിലേക്ക് ഇപ്പോൾ നിൽക്കുന്ന ടീമുകളെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മേജർ റീസൺ ക്യാപ്റ്റൻ തന്നെയാണ്. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ആയാലും LSG ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് ആയാലും. സോ ക്യാപ്റ്റൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പിൽ നിൽക്കുന്ന അതിനൊരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ. രാജസ്ഥാൻ റോയൽസ് ഒഴിച്ച് ബാക്കിയെല്ലാ ടീമുകളും ക്യാപ്റ്റന്റെ എക്സെപ്ഷണൽ പെർഫോമൻസ് ഉണ്ട്. രാജസ്ഥാൻ റോയൽസിൽ എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. എതിരഭിപ്രായം ഉണ്ടോ? പരാഗിന്റെ ക്യാപ്റ്റൻസിയിൽ ക്യാപ്റ്റൻസി എനിക്ക് എനിക്ക് അത്ര ഒരു എതിരഭിപ്രായം ഇല്ല. അത് പരാഗിൻ്റെ ക്യാപ്റ്റൻസി കൊണ്ടല്ല അവർ ജയിച്ച കളികൾ ജയിച്ചിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് മാത്രമാണ് അവർ ജയിച്ചിട്ടുള്ള കളികളെല്ലാം.
ഇപ്പം നേരെ മറിച്ച് ഇപ്പം ചെന്നൈയിലോട്ട് വരുമ്പോഴത്തേക്കിന് ചെന്നൈക്ക് ഹൈ ചാൻസ് ഉണ്ട് ഈ തവണ ക്വാളിഫൈ ആവാൻ. കാരണം ഇനി രണ്ട് കളിയും കമ്പാരിറ്റീവ്ലി താഴെ കിടക്കുന്ന ടീമുമായിട്ട്, രണ്ട് കളി ഇനി എൽ എസ് സി ആയിട്ടാണ്. ഒരു കളി ലക്നൌവിലും ഒരു കളി ചെന്നൈയിലുമായിട്ടാണ്. എൽ എസ് സിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ചെന്നൈ ആരുമായിട്ട് കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അത് എൽ എസ് സി ആയിട്ടായിരിക്കും. എൽ എസ് സി ആയിട്ടാണ് അടുത്ത രണ്ട് കളികളും. ആ രണ്ട് കളികളും ജയിച്ചു കഴിഞ്ഞാൽ പ്രയോജനം എന്ന് പറയുന്നത് ഏകദേശം 14 പോയിന്റ് ആവും. ഈ 14 പോയിന്റ് എന്ന് വെച്ചാൽ ടോപ്പ് 4 തന്നെ വരും. പിന്നീടുള്ള രണ്ട് കളികളാണ് അവർക്ക് ഡിസൈസീവ് ആകാൻ പോകുന്നത്. കാരണം ഇനി തമ്മിൽ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടി തുടങ്ങാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് കുറേ ടീമിന് 12-ൽ നിൽക്കും, കുറേ ടീം കയറി പോവുകയും ചെയ്യും. അപ്പം ഈ 14 എന്ന് പറയുമ്പോൾ അപ്പം തന്നെ മിക്കവാറും ടോപ്പ് 4-ൽ വരാൻ ചാൻസ് ഉണ്ടാവും. ആ രണ്ട് കളി ജയിക്കണം, ഭയങ്കര ഡിസൈസീവാണ്. പിന്നെ ബാക്കി അവിടെ നിന്ന് നമുക്ക് നോക്കാം. അതെ, അതായത് ഒരു കയ്യാലപ്പുറത്തിരുന്ന് തേങ്ങ എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ട് ഒരു ഹൈ ചാൻസ് ഉള്ളൊരു സിറ്റുവേഷനിലേക്ക് ചെന്നൈക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇന്നത്തെ മാച്ചിന്റെ ഡൽഹിക്ക് കയ്യിൽ നിന്ന് കൈവിട്ടു പോയതും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ മാച്ച് ജയിച്ചിരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേ ചാൻസ്, രണ്ട് ടീമുകൾക്കുള്ള പോലെ തന്നെ ചാൻസ്, ഡൽഹി ജയിച്ചിരുന്നെങ്കിൽ ഡൽഹിക്ക് ആ ഒരു ചാൻസ് ഓപ്പൺ ആയതിനെ, ഒരു ഡോർ ഓപ്പൺ ആയതിനെ, അത് അവർ മിസ് ചെയ്തു. അത് സ്വന്തം കുഴി അവർ കളി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഈ പിച്ച് ഡിസൈഡ് ചെയ്യുന്നത് ടീംസ് ആണോ എന്താണെന്നുള്ളതായിരുന്നു. പക്ഷെ കഴിഞ്ഞ സീസൺ തൊട്ടോ എന്തോ ആണെന്ന് തോന്നുന്നു ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സീസൺ തൊട്ടല്ല, കഴിഞ്ഞ സീസൺ മുകളിൽ ആകെ ചേഞ്ച് വന്നത് ടെസ്റ്റ് കളിക്കുന്ന ഗ്രൗണ്ടുകളിൽ പ്രീ പ്രാക്ടീസ് സെഷൻസും അതേകൂട്ട് തന്നെ ടെസ്റ്റ് കളിക്കുന്ന ട്രാക്സിൽ വലിയ ചേഞ്ചസും ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു 90% വരെ ടീമിനും ടീം മാനേജ്മെന്റിനും അതിൽ ഇടപെടാം. അത് ആ ക്യൂറേറ്ററുമായിട്ട് റൂൾ വന്നിട്ടുണ്ട്. റൂളുണ്ട്. ഡൗട്ടായിരുന്നു. അതെ, റൂളുണ്ട്. BCCIയുടെ ഒരു റൂൾ ഉള്ളത് IPL ഈ ടീമുകൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം, ഞങ്ങൾക്ക് സ്പിൻ പിച്ച് വേണം അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടീഷൻ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം. പക്ഷേ ഇറ്റ്സ് ടോട്ടലി അതിന്റെ ഡിസിഷൻസ് എടുക്കുന്നത് ഗ്രൗണ്ട് മാനേജ്മെന്റ് അതുപോലെ ക്യൂറേറ്ററാണ്. അതെ, ക്യൂറേറ്ററാണ്. പക്ഷേ ക്യൂറേറ്ററായിട്ടൊക്കെ നല്ലൊരു ടൈപ്പ് ഒക്കെ ഉള്ള ടീമുമായിട്ടാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാം. ഇപ്പം ഈ പറഞ്ഞത് ഈ മുംബൈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതൊക്കെ ടീം മാനേജ്മെന്റും ക്യൂറേറ്ററുമായിട്ടൊക്കെ എങ്ങനെയാണ് ബന്ധം അതിനനുസരിച്ചിരിക്കും. അത് നമ്മൾ എവിഡന്റ് ആയിട്ട് കഴിഞ്ഞ സീസൺ കണ്ടതാ, കൊൽക്കത്ത ക്യൂറേറ്ററുമായിട്ട് ഉടക്കിയതും ഒക്കെ. അതെ അതെ അതെ, അത് ഈ ഒരു ടീമുകൾ ഹോം അഡ്വാൻറ്റേജ് ഒരു പരിധിക്ക് മുകളിലായിട്ട് യൂസ് ചെയ്യുകയും അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് BCCI കൊണ്ടുവന്നതാണ്. സോ ഇന്നത്തെ പിച്ചിന്റെ ഇത് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും അതാണ് ഡൽഹിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഈ പിച്ച് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ ഒരു സ്ട്രെങ്തിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആയി പോയെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നൂർ അഹമ്മദും അഖിൽ ഹുസൈനൊക്കെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോൾ പിന്നെയും പറയുന്നു, ചെന്നൈ ഇതേ ടീമുമായിട്ടാണ് ഇനി അങ്ങോട്ടുള്ള 4 കളിയും പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ, ചെന്നൈ ക്വാളിഫൈ ആവത്തില്ല. ഇതേ ടീമെന്ന് മാത്രമല്ല, ഇതേ മറ്റേ മിഡിൽ ഓർഡറിന്റെ അവരുടെ ഒരു കോമ്പിനേഷൻ. അതെ, മെയിനായിട്ട് ആ ഒരു കോമ്പിനേഷൻ, ക്യാപ്റ്റനും അതിനുശേഷം വരുന്ന കാർത്തിക് ശർമ്മയും ഉള്ള ഒരിത് അതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഇത് വൈൻഡപ്പ് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടോ? ഒരു പോയിന്റ് എനിക്ക് പ്രത്യേകം ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഈ വീക്കെൻഡിൽ ഒരു ഫാൻ ഫൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടോട്ടൽ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 5 ടീം, ബോട്ടം 5 ടീം എന്നുള്ള രീതി ഡിവൈഡ് ചെയ്തായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുക. കാരണം ഒരുപാട് പേരെ ഒരുമിച്ച് നമുക്ക് പങ്കെടുപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ടെക്നിക്കലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഓരോ ആൾക്കാരെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഏത് ടീമിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊന്ന് മെൻഷൻ ചെയ്യുക. അതിന് താഴെ നിങ്ങളുടെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് തരിക. അതേപോലെ തന്നെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടീമിനകത്തിൽ എന്താണ് സ്ട്രെങ്ത്, വീക്ക്നെസ്, എന്താണ് നിങ്ങളുടെ ഒരു അനാലിസിസ്, ഇനി മൂവിങ് ഫോർവേഡ് എന്തൊക്കെ ചേഞ്ചസ് ആണ് അവർ വരുത്തേണ്ടത് മുതലായ കാര്യങ്ങളോടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നമ്മളൊരു 6 പേരെ അല്ലെങ്കിൽ 7 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടുക. കമൻറ്റായിട്ട് ഇടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു വീഡിയോയുടെ താഴെ മാത്രമായി പോരുത് നിങ്ങളുടെ കമൻറ്റ്. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിരിക്കുക. ഇനി വരും ദിവസങ്ങളിലുള്ള വീഡിയോസിലൂടെ നിങ്ങൾ ഇടുക. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു വീഡിയോയിൽ മാത്രം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അത് സിങ്കായി പോവും. അതുണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു മാച്ചിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം. സഞ്ജു സാംസന്റെ ഇന്നിങ്സിനെ വീണ്ടും 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 നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ എടുത്ത് മേളിൽ വെക്കണം. അന്യായം. സോ അതാണ് ഈ ഒരു മാച്ചിന്റെ വിധി നിർണ്ണയിച്ചത്. സഞ്ജു സാംസന്റെ ഒരു ഇന്നിങ്സ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ, പിന്നീട് ചെന്നൈയുടെ ബോളിംഗ്. സോ അതാണ് ഈ മാച്ചിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം. നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം ബ്രോ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്രിക്കറ്റിൽ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും.
കാരണം ഈ വീഡിയോ ഇപ്പോൾ തന്നെ 30 മിനിറ്റോളം എത്തി. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ഇട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് ആ ഒരു എൻഗേജ്മെൻറ്റ് തീർച്ചയായിട്ടും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും വലിയൊരു ഉപകാരമായിരിക്കും, പറ്റുമെന്നുണ്ടെങ്കിൽ. സോ അതാണ് ഈ മാച്ചിനെ പറ്റിയുള്ള അഭിപ്രായം. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്രിക്കറ്റ് റിലേറ്റഡ് ഇതുമായിട്ട് നമ്മൾ അരുൺ പ്രോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ. ബൈ അരുൺ പ്രോ. താങ്ക് യു.